ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളുമായി ബന്ധപ്പെട്ട പ്രശ്നം കോടതിയുടെ പരിഗണനയിലായതിനാൽ മന്ത്രി എന്ന നിലയിൽ പ്രതികരിക്കാൻ പരിമിതികളുണ്ടെന്ന് ജോർജ് കുര്യൻ. രാഷ്ട്രീയ ആരോപണങ്ങൾക്കുള്ള മറുപടി ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നൽകിയതായും കേന്ദ്രമന്ത്രി ജനം ടിവിയോട് വ്യക്തമാക്കി. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അന്യായമായി തടങ്കലാക്കപ്പെട്ടു എന്നുള്ള ആരോപണം വന്നതിന് പിന്നാലെ കേരളത്തിലടക്കം വലിയ വിദ്വേഷ പ്രചരണമാണ് CPM-ഉം കോൺഗ്രസും നടത്തുന്നത്. ഈ വിഷയത്തിൽ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമായതിനാൽ തന്നെ ഇതിൽ പ്രതികരിക്കുന്നതിൽ പരിധിയുണ്ട്. എങ്കിലും മിനിസ്റ്റർ ജോർജ് കുര്യൻ ഈ വിഷയത്തിൽ നമ്മളോട് പ്രതികരിക്കാനുണ്ട്. മിനിസ്റ്ററെ, വലിയ വിദ്വേഷ പ്രചരണം ഇതുമൂലം കേരളത്തിലുണ്ടാകും. CPM-ഉം കോൺഗ്രസും BJP ആൻറ്റി ക്രിസ്ത്യനാണ് എന്ന തരത്തിലുള്ള പ്രചരണങ്ങളാണ് ഉണ്ടാകുന്നത്. അതിന് BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് ബഹുമാന്യ രാജീവ് ചന്ദ്രശേഖർജി അതിനുവേണ്ടിയുള്ള മറുപടി കൊടുത്തിട്ടുണ്ട്. അത് സംസ്ഥാന തലത്തിൽ അതിനുള്ള മറുപടി തീർച്ചയായിട്ടും അത് കൊടുക്കുക തന്നെ ചെയ്യും. പിന്നെ ഇത് കോടതിയിലിരിക്കുന്ന കേസായതുകൊണ്ട് കോടതി പരിഗണിക്കുന്നതുകൊണ്ട്, ഇന്നോ നാളെയൊക്കെ ആയിട്ട് പരിഗണിക്കുന്നതുകൊണ്ട് കോടതിയുടെ തീരുമാനം വരുന്നിടം വരെയും ഞാൻ പ്രതികരിക്കില്ല എന്നാണ് മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അതാണ് കീഴ്വഴക്കം. ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും അതാണ് കീഴ്വഴക്കം. അതിനുശേഷം ഇതിനെപ്പറ്റി പ്രതികരിക്കാം. എങ്കിലും ഈ ഒരു വിദ്വേഷ പ്രചരണത്തിനൊരു മറുപടി നൽകേണ്ടതല്ലേ? ഇത്തരത്തിൽ കാര്യമായ രീതിയിൽ പാർലമെൻറ്റ് സ്തംഭിപ്പിക്കാൻ ശ്രമിക്കുന്നു, ഇത്തരം വലിയ വിദ്വേഷ പ്രചരണങ്ങൾ നടത്തുന്നു, അതിനൊരു മറുപടി അർഹിക്കുന്നില്ലേ? അത് രാജീവ് ചന്ദ്രശേഖർജി മറുപടി പറഞ്ഞിട്ടുണ്ട്. കേരള BJP പ്രതികരിക്കുന്നുണ്ട്. അത് ഇപ്പോൾ ഈ അവസരത്തിൽ അത് മതി എന്നുള്ളതാണ്. വ്യക്തമാണ്. ഈ അവസരത്തിൽ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമായതിനാൽ തന്നെ ഇപ്പോൾ കാര്യമായി പ്രതികരിക്കാൻ കഴിയില്ല. എങ്കിൽ തന്നെയും രാഷ്ട്രീയ നിലപാടുകൾ എന്താണ് എന്നുള്ളത് BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ അറിയിച്ചിരിക്കുന്നത്. ഡൽഹിയിൽ നിന്നും കൃഷ്ണകുമാറിനൊപ്പം S. നന്ദഗോപൻ, ജനം.